വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന വികസനം എന്ന് പറയുന്നത് അവിടുത്തെ സാധാരണ ജനങ്ങളുടെ തലയ്ക്ക് മേളിക്കൂടുള്ളതാണ്. അത് കേരളത്തിൽ കൊണ്ടുവരുമെന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. ലോകത്തിലെ ഏത് ഇൻഡിക്കേറ്റർ എടുത്ത് പരിശോധിച്ചാലും എന്നാൽ നമ്മൾ വികാസം, ഒരു ജനതയുടെ വികാസം എന്ന് പറയുന്നത് വെച്ചാൽ കേരളം ഒന്നാമത് പോകും. അതുകൊണ്ട് അവർ പറയുന്ന സാധനം എന്ന് പറയുന്നത് ഫാക്ടറി വരുന്നതിനെ പറ്റി മാത്രമാണ്. കേരളത്തിൽ ഫാക്ടറി ഒന്നും അങ്ങനെ വരാനൊക്കത്തില്ല. പിന്നെ റോഡും പാലവും പണിയുന്നതാണല്ലോ. അതിപ്പോൾ ഓൾറെഡി എല്ലായിടും റോഡും പാലവും ഉണ്ടാകുന്നുണ്ട്. സാധ്യമായ റോഡും പാലവും ഒക്കെ ഉണ്ടാവും. ഇത്രയധികം ജനസംഖ്യ നിൽക്കുന്നിടത്ത് നമ്മൾ ഇനി എന്തെല്ലാം വിചാരിച്ചാലും അങ്ങനെ കഴിയില്ല. അല്ലാതെ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുമ്പം വളരെ സവിശേഷമായ ഇൻഡസ്ട്രിയലൈസേഷൻ മാത്രമേ കഴിയുള്ളൂ. അത് ടെക്നോ പാർക്ക് പോലത്തെ സാധനങ്ങളാണ്. കാരണം പൊല്യൂഷൻ ഉണ്ടാക്കാത്ത, പറഞ്ഞാൽ ഡയറക്റ്റായ പൊല്യൂഷൻ, ഇൻഡയറക്റ്റായിട്ട് ഇതെല്ലാം പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഡയറക്റ്റായിട്ട് പൊല്യൂഷൻ ഉണ്ടാക്കാത്ത നമ്മൾ ഏലൂരും കാഞ്ചിക്കോടും ഒക്കെ അവിടെ അങ്ങനെ തന്നെ നിന്ന് പോകുന്നത് ജനസംഖ്യ വളരെ കൂടുതലാണ് കേരളത്തിൽ. അതുകൊണ്ട് ആ നിലവാരത്തിലുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ സാധ്യമല്ല. കേരളം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന സ്ഥലമാണ്. അത് കറക്റ്റായിട്ട് കേരളം വികസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 4 ഇൻ്റർനാഷണൽ എയർപോർട്ടുള്ള ഏക സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ വേറൊരു സ്റ്റേറ്റിലും ഇല്ല 4 ഇൻ്റർനാഷണൽ എയർപോർട്ടുള്ളത്. ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുള്ളത് കേരളത്തിലാണ്. ഇതൊക്കെ ആരെങ്കിലും പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ. അതുകൊണ്ട് കേരളത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് ഇവിടുത്തെ ഭൂമിയും സാധനവും അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിനെ കാണാനും ജീവിക്കാനും ഉണ്ടാകുന്ന സർവീസ് ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടേ ഡെവലപ്പ് ചെയ്യൂ. അല്ലാതെ ഇവർ ഈ പറയുന്ന മറ്റൊന്നും ഉണ്ടാക്കാനൊക്കത്തില്ല. അതിനകത്ത് ഏക സ്ഥലമാണ് സർവീസ് ഇൻഡസ്ട്രിക്കകത്ത് പൊല്യൂഷൻ കുറവായിരിക്കുന്ന ടെക്നോ പാർക്ക് പോലത്തെ സാധനങ്ങളുണ്ടാകും. അത് ഓൾറെഡി ഉണ്ടാകുന്നുമുണ്ട്. അതിനൊരു ഇനിഷ്യേറ്റീവ് നമുക്ക് കൂടുതലുണ്ടായിരുന്ന അത് നമ്മൾ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് ടെക്നോ പാർക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് കേരളത്തിലാണ്. അതിനനുസരിച്ച് നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു പരാജയമുണ്ട്, അതിന് സംശയമൊന്നും വേണ്ട. എന്നാൽ ആദ്യമായിട്ട് അത്തരത്തിലുള്ള സാധനം കെൽട്രോണൊക്കെ ഉണ്ടായത് മുഴുവൻ ഇവിടുന്നാണ്. കേരളത്തിൽ ഇപ്പം നിൽക്കുന്ന വികാസം എന്ന് പറയുന്നത് അന്തർദേശീയമായ നിലവാരമുള്ള വികാസമാണ്. അതിനൊരു സംശയവും വേണ്ട. ബാക്കിയുള്ള രാജ്യങ്ങളിൽ, യൂറോപ്പിലുള്ള രാജ്യങ്ങളെക്കാളും കൂടുതൽ ഹ്യൂമൻ ഇൻഡിക്കേറ്റേഴ്സ് മുഴുവനും മുന്നേ നിൽക്കുന്ന രാജ്യമാണ്. ഒരു രാജ്യമാണ് കേരളമെങ്കിൽ 1-ാം നമ്പർ രാജ്യത്തിൽ ഒരിടത്തായെത്തും. അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഇത്രയും ജനസംഖ്യ അത് മറക്കരുത്. ഒരു 3.5 കോടി ജനമുണ്ട്. ഒരു ചെറിയ സ്ട്രിപ്പ് ഓഫ് ലാൻഡാണ്. അതിനകത്ത് ഇത്രയധികം ജീവിത നിലവാരമുള്ള മനുഷ്യർ ജീവിക്കുന്ന ഒരു പ്രദേശം യൂറോപ്പിലെ വല്ല സ്വിറ്റ്സർലൻഡോ അതുപോലുള്ള രാജ്യങ്ങളേ ഉള്ളൂ. ബാക്കി ഒരു രാജ്യവും ഇല്ല അങ്ങനെ. ഇത്രയും നല്ല ഹെൽത്ത് കെയർ കിട്ടുന്ന വേറൊരു രാജ്യമില്ല. മെഡിക്കൽ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കേരളം. ഈ ഗൾഫിലുള്ള മുഴുവൻ പേരും ഇവിടെ വരും. ആദ്യം വന്നത് മാലിക്കാരാ, ചികിത്സയ്ക്ക് മാത്രം വന്നതായിരുന്നു. അവർക്ക് കുറേ പണം ഉണ്ടായി, അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിട്ടില്ല, നേരെ കേരളത്തിലോട്ട് വന്ന് ഇത് ചിലവഴിക്കുക എന്നുള്ളതാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതേ സാധനം വടക്കേ ഇന്ത്യയിലുള്ളവർ മുഴുവൻ വരുന്ന സ്ഥലമായിട്ട് കേരളം മാറിയിട്ടുണ്ട്. ഇൻ്റേണൽ ടൂറിസം വളരെയധികം ഉണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശബരിമല എന്ന് പറഞ്ഞാൽ ഇൻ്റേണൽ ടൂറിസമാണ്. അതങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ആൾക്കാർക്ക് അതൊരു കാട്ടിൽ കയറി പോയി കാണാൻ പറ്റുന്ന ഒരു സ്ഥലം എന്നുള്ളത് കൊണ്ടാണ് അതങ്ങനെ വികസിക്കുന്നത്. ഇതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. ടൂറിസവുമായിട്ട് ബന്ധപ്പെടുത്താണ് കേരളം വികസിക്കുകയുള്ളൂ. അതിന് അലൈഡായിട്ടുള്ള ഇൻഡസ്ട്രിയാണ് ടെക്നോ പാർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വലിയ പൊല്യൂഷൻ ഉണ്ടാക്കാത്ത, എൻവയോൺമെൻ്റലായിട്ടുള്ള പൊല്യൂഷൻ ഉണ്ടാക്കാത്ത ഒരു മേഖലയാണ്. മാത്രമേ എനിക്ക് അതിന് ആഡ് ചെയ്തത്, നമ്മൾ എപ്പോഴും വികസനം എന്ന് പറയുമ്പോൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുകയും ആൾക്കാരുടെ ഹാപ്പിനെസ്സിനെ കുറിച്ച്, അതായത് സന്തോഷമുള്ള ഒരു സമൂഹം ഉണ്ടായി വരാൻ വർഗീയത വ്യാപകമായാൽ എങ്ങനെ സാധിക്കും എന്നൊരു ചോദ്യമില്ല. അപ്പം വികസനത്തിൽ അതിലും ഉൾക്കൊള്ളിക്കണ്ടേ? അത് തന്നെ, വികസനം എന്ന് പറയുന്ന സാധനം റോഡും പാലവുമാണെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഫാക്ടറി, ഇപ്പോൾ മഹാരാഷ്ട്രയിലുള്ള ഫാക്ടറി പോലെയാണ്. അവിടെ ആ ഗെറ്റോസും അവിടുത്തെ ആ ചേരി പ്രദേശങ്ങൾ കണ്ടാൽ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. അതിൻ്റെ വിലയാണ് അത് കൊടുക്കുന്നത്. അതേ സമയത്ത് സ്ഥലങ്ങളുള്ള സ്ഥലത്ത് വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള പൊല്യൂഷൻ കൺട്രോളും ഒക്കെ ആയിട്ട് ചെയ്യപ്പെടേണ്ട സ്ഥലങ്ങളാണ്. ഇതൊന്നുമില്ല. അതിപ്പോൾ ഗംഗയൊക്കെ നമുക്ക് പോയാൽ കാണാൻ കാല് നനയ്ക്കാൻ പറ്റാത്തത്രയും മോശമായിട്ടുള്ള നദിയായിട്ട് അതൊക്കെ മാറിയിട്ടുണ്ട്. അത്രയും വലിയ പൊല്യൂഷനാണ് ഈ പറയുന്ന വികസനത്തിനും അത് ആ രാജ്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ എല്ലാം നമ്മൾ വളരെ കോൺഷ്യസാണ്. ഇവിടെ അത്ര എളുപ്പമൊന്നുമല്ല അങ്ങനെ ആൾക്കാർക്ക്. നമുക്ക് ചില പോക്കറ്റുകളിലാണ് അത് കാണിക്കാൻ പറ്റുന്നത്. അതുപോലും
അതാത് പഞ്ചായത്ത് ഒന്ന് മുൻകൈ എടുത്താൽ തീർക്കാവുന്ന പൊല്യൂഷനെ ഇപ്പോൾ നമുക്ക് ഉള്ളൂ. അതുകൊണ്ട് ജീവിത നിലവാരം വെച്ച് പരിശോധിച്ച് നോക്കിയാൽ കേരളം പോലെ വികസിച്ച ഒരു സമൂഹമില്ല, ലോകത്ത് തന്നെ ഇല്ല. ഇത്രയധികം പരസ്പരം ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പല കാരണം, ഞാൻ നേരത്തെ പറഞ്ഞ പല കാരണങ്ങളും കൂടെ കൊണ്ടാണ് ഈ ആശയങ്ങൾ, നമ്മൾ പറയുന്ന ആശയം ഒരിടത്ത് ഏൽക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഭൗതിക സാഹചര്യമോ ഒരുങ്ങണം. അത് ഒരുങ്ങിക്കിടക്കുന്ന ഒരു രാജ്യവും കൂടെ. അതുകൊണ്ടാണ് ഇത്രയും ഈ കഴിഞ്ഞ ഒരു 50 വർഷമായി ബാലഗോകുലമൊക്കെ ആരംഭിച്ചിട്ട് ഇത് ഇപ്പോൾ ഈ പറയുന്ന ഒരു 3-4 സീറ്റ് കിട്ടുന്നത്. അതും ഒരു സീറ്റ് കിട്ടിയിട്ട് അത് തിരിച്ചു പോയതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൽ BJPക്ക് അധികാരം നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രദേശം മാത്രമാണ്. അല്ലാതെ നമ്മൾ ആ ലെവലിൽ പേടിക്കണ്ട. അതേ സമയത്ത് ഉളുപ്പില്ലാതെ ജാതിയും മതവും പറയാനുള്ള സാധനം അത് മോദിയൊക്കെ ഈ വേഷവും കെട്ടി അവിടെ നിന്ന് ആ അമ്പലമൊക്കെ ഉദ്ഘാടനം ചെയ്തില്ലേ, അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആർക്ക് എന്ത് ഉളുപ്പാണ്. നമ്മളങ്ങനെ ഇപ്പോൾ ട്രംപ് നിന്ന് അവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് അമേരിക്കയിലുള്ള ജനങ്ങൾക്ക് തലയിൽ മുണ്ട് വിട്ട് നിൽക്കാനല്ലേ പറ്റുള്ളൂ. അതങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് അറപ്പ് ഇല്ലാതെ ലജ്ജയില്ലാതെ മറ്റ് മനുഷ്യരോടുള്ള വിരോധം പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ലോകത്ത് സൃഷ്ടിച്ചെടുക്കാനായിട്ട് ഈ സാമ്രാജ്യത്വം എന്ന് പറയുന്നതിനും ഈ ഐഡിയോളജിക്കലായിട്ട് പ്രാകൃതമായ ആളുകളെ അവരുടെ പഴയ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് ഇലക്ഷന് നിർത്താൻ പറ്റുമെന്ന് കണ്ടെത്തിയിട്ടുള്ള മതപാർട്ടികളും കൂടെ ചേർന്നുണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അത് ഇന്ത്യക്ക് മാത്രമായിട്ട് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യരുത്. പക്ഷേ ഇന്ത്യയിൽ അത് വളരെ പ്രകടമാണ്. ലോകത്ത് ട്രംപ്, നേതന്യാഹു, മോദി എന്ന് പറഞ്ഞാൽ അച്ചുതണ്ടു പോലെയാണ് അത് നിൽക്കുന്നത്. ഒരേ ബോധരൂപീകരണമാണ്. അവിടെ ക്രിസ്തു മതത്തിൻ്റെ സാധനമാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ജൂത മതത്തിൻ്റെയാണ് ഇവിടെ ഹിന്ദു മതം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരേപോലത്തെ ജനങ്ങളെ സ്വാധീനിച്ച് ഇലക്ഷന് നിർത്തി അതിൻ്റെ വോട്ട് മേടിക്കണമെന്ന് പറയുന്ന മറ്റൊരു കണ്ടൻറ്റും, ആന്തരികമായ ഒരു കണ്ടൻറ്റും ഇല്ലാത്ത പ്രാകൃതമായ ലോകം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ മുഴുവനും സയൻസ് വിരുദ്ധമായിട്ടുള്ള മുഴുവൻ സാധനങ്ങൾ പഠിപ്പിക്കുക, റിസർച്ച് ചെയ്യുന്നതിന് മുഴുവനും സയൻസ് വിരുദ്ധമായിട്ടുള്ള സാധനങ്ങൾ ചെയ്യുക. ഇനി നമ്മൾ ഈ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്തിരുന്ന മനുഷ്യർ അവരെ കയറ്റുമതി ചെയ്യാൻ പറ്റാത്തടത്തേക്കാണ് ആ ലെവലിൽ പോകുന്നത്. പട്ടാളത്തിൽ ചേർത്ത് വെടിവെച്ചുമല്ല, അതിന് മാത്രമേ ഇനി ഇന്ത്യക്കാരെ കൊള്ളത്തുള്ളൂ. അല്ലാതെ ലോകത്തിനകത്ത് ശാസ്ത്രീയമായ കോൺട്രിബ്യൂഷൻ നടത്തുന്നവരായിട്ട് മാറാനായിട്ട് അവർക്ക് കഴിയാതെ വരും. അങ്ങനത്തെ ഒരു ജനതയാണ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ നഷ്ടവും വിലയും നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ കേരളത്തിനകത്ത് 4 സീറ്റിൽ വരുന്ന പ്രശ്നമല്ല നമ്മുടെ യഥാർത്ഥ പ്രശ്നം. നമ്മുടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ലോകത്തിനെ മനസ്സിലാക്കാനുള്ള ടൂള് നഷ്ടപ്പെട്ടു പോയ ഒരു ജനതയെ അവരുണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ്. ശാസ്ത്രീയമായ അവബോധമുള്ള മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് IIT ഒക്കെ ഉണ്ടാകുന്നിടത്ത് ചാണകത്തിനകത്ത് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവരാക്കി അവരെ മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. ഫണ്ട് കൊടുക്കുന്ന അവിടെ മാത്രമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എല്ലാവരും അതിനകത്ത് പോകും. അതുകൊണ്ട് സ്ഥാനമാനങ്ങളുമായിട്ടിരിക്കുന്നവർക്ക് ഫണ്ട് കിട്ടാതെ അവരത് തുടരാനൊക്കത്തില്ല. അത് നേരത്തെ ഞാൻ പറഞ്ഞ അധികാരത്തിലേക്ക് പോകാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ നിൽക്കും എന്ന് ചോദിക്കുന്ന പോലെ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് തലപ്പത്ത് പോയിരിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ റിസർച്ചൊക്കെ പറഞ്ഞാലേ പറ്റത്തുള്ളെന്ന് ISROയിൽ ഉണ്ടായിരുന്ന അങ്ങേരൊക്കെ ഇരുന്ന് പറയുന്ന കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാം എവിടെയാണ് ഉന്നം, നമുക്കിങ്ങനെ കാണാം. പിന്നെ അത് പറഞ്ഞാൽ മാത്രമേ അജ്ഞേയതയൊക്കെ അങ്ങോട്ട് പറയുന്ന തരത്തിൽ ശാസ്ത്രം പറയുകയാണെന്ന് തോന്നുകയും ചെയ്യും. എന്നാൽ ഞാൻ അമ്പലത്തിൽ പോയി തൊഴുന്നതെന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതാണെന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ആശയങ്ങൾ പറയാനായിട്ട് പറ്റും. അതൊക്കെ സ്ഥാനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന മനുഷ്യരുടെ ലോകമാണ്. നമ്മൾക്ക് കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ മുകളിൽ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ മുകളിൽ അധികാരമുള്ളവരെ പോലെയാണ്. അല്ലാതെ ഫെഡറൽ സ്റ്റേറ്റുകളായിരിക്കുന്നവർ സ്വതന്ത്രമായ കൊച്ചു രാജ്യങ്ങൾ ചേർന്നുണ്ടായിരിക്കുന്ന ഒരു രാജ്യമായിട്ടല്ല കാണുന്നത്. സാമന്ത രാജ്യങ്ങളെ ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റായിട്ടാണ് കാണുന്നത്. അതാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സെൻട്രൽ ഗവൺമെൻറ് ഏത് ഒരു പണം അനുവദിക്കേണ്ട നിയമപരമായി, ഞാൻ ഇന്ത്യൻ നിയമപരമായി അനുവദിക്കേണ്ട ഒരു സാധനവും സമയത്തിന് കൊടുക്കുന്നത് കുറി. നമുക്കറിഞ്ഞൂടെ ഓഫീസിൽ ചെല്ലുന്ന സമയത്ത്
ഇതിൻ്റെ മുമ്പിലത്തെ പ്രമാണം കൊണ്ടുവരണമെന്ന് പറയുന്നൊരു സാധനമല്ലേ, അതുപോലത്തെ സാധനങ്ങൾ അവർക്ക് പറയാൻ പറ്റും. അങ്ങനെ പറഞ്ഞ് കാലതാമസം വരുത്തി ഒരു പദ്ധതിയും സമയത്ത് ചെയ്യിക്കാതിരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അവസ്ഥ. ഫെഡറൽ സ്റ്റേറ്റുകളല്ല, അതുകൊണ്ട് ആര് ഭരിച്ചാലും കീഴ്പ്പെട്ട് നിൽക്കാൻ ബാധ്യതയുണ്ടായിരിക്കുന്നത്. അപ്പം എപ്പോഴും ആൾക്കാർക്ക് അത് കാണാൻ പറ്റും. അവരുമായിട്ട് റെസിസ്റ്റ് ചെയ്താൽ ഇത് നടത്താനൊക്കത്തില്ല. അത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരത് തിരിച്ചറിഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നതെടുത്ത് കേൾക്കുക എന്ന് പറയുന്നതിന് IAS ഉപയോഗിക്കാൻ അവർക്ക് പറ്റും, IPS ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ പോലീസിന് ഈ പറയുന്ന സിസ്റ്റം സെക്രട്ടേറിയറ്റിലിരിക്കുന്ന IAS ഉപയോഗിക്കാൻ പറ്റും, കേന്ദ്ര ഗവൺമെൻറ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ സംസ്ഥാനത്തിന് അങ്ങനത്തെ ഓട്ടോണമി ഇല്ലാത്ത, നമ്മുടെ ഭരണഘടനാപരമായി തന്നെ ഒരു പരാജയപ്പെട്ട സ്ഥലമാണ്. പിരിഞ്ഞു പോകാൻ അവകാശമില്ലാത്ത ഫെഡറൽ സ്റ്റേറ്റുകളാണ് നമ്മൾ. ഇതുകൊണ്ടാണ് കഴുത്ത് കുടുക്കി വെച്ചുകൊണ്ട് മാത്രമേ ഈ പറയുന്ന ഇവിടുത്തെ ഭരണം നടക്കൂ. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ചെറിയ സ്റ്റേറ്റും കൂടെ 20 MP പരമാവധി ഉള്ളത്. അത് തമിഴ്നാട്ടുകാർക്ക് 47 ഉണ്ട്. അപ്പോൾ അവർക്കൊരു ബാർഗെയിനിങ് സ്പേസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയലൈസേഷൻ നടത്തുന്നതിന് എല്ലാത്തിനും അവർക്ക് സ്ഥലമുണ്ട്. 10 കോടി ജനമാണ് ഉള്ളത്, വലിയ സ്ഥലമാണ്. അപ്പോൾ ഇതുകൊണ്ട് അവർക്കൊരു ബാർഗെയിനിങ് സ്പേസ് ഉണ്ട്. അതും കൂടെ കേരളത്തിനില്ല. 20 MP ജയിച്ചാലും ശരി സെൻട്രൽ ഗവൺമെൻറ്റിൽ അവർക്ക് കഴിയില്ല. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇനിയിപ്പം റീസ്ട്രക്ചർ ചെയ്യാൻ പോവുകയാണ്. 800 സീറ്റ് വരുന്നത്, അതിൽ 300 സീറ്റും, ഇപ്പോൾ 500 ആളുള്ളത്, അതിന് 300 സീറ്റും അടക്കേണ്ടിയല്ല ഉണ്ടാകുന്നത്. നമുക്ക് ഒരെണ്ണവും കൂടത്തില്ല. അതോടെ എന്തെങ്കിലും നിലവാരത്തിലൊരു ഇതുണ്ടെങ്കിൽ അത് കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് നമ്മളിങ്ങനെ തുടരണോ വേണ്ട എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. ഞാൻ അങ്ങനെ അത് കാണുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പം ഇയാൾ ഈ പറഞ്ഞ പ്രശ്നം നിൽക്കുന്ന സാധനം എന്ന് പറയുന്നത്, മുകളിലിരുന്ന് താഴെയുള്ളവരുടെ കൊങ്ങായിക്ക് പിടിച്ച് ഭരിപ്പിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ആര് നിൽക്കുന്നു എന്നുള്ളതാണ്. അവരെ എതിർത്ത് നിൽക്കുന്ന 2 കൂട്ടരും ഏതെങ്കിലും നിലവാരത്തിലുള്ള കോംപ്രമൈസസ് ചെയ്യാതെ അത് നടക്കത്തില്ല. ഇപ്പോൾ പെൻഷൻ കൊടുക്കുന്നതിന് പണം വേണ്ടേ? ഇവരിവിടെ ഇഷ്ടംപോലെ സോഷ്യൽ സെക്യൂരിറ്റി സാധനങ്ങൾ ഡിക്ലെയർ ചെയ്യുക. പക്ഷേ സമയത്തിന് പണം അനുവദിച്ച് വരുന്നില്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് പോകും. കോംപ്രമൈസ് ചെയ്യുന്ന തരത്തിലുള്ള ധാരണകളും കാര്യങ്ങളും ഉണ്ടാക്കിയേ പറ്റും. അല്ലാതെ അങ്ങനെ പറ്റും. അപ്പോൾ ഈ മറ്റവർ പറയുമ്പോൾ കള്ളം പറയുമോ എന്നല്ലെന്ന് നമുക്ക് കാണാൻ പറ്റും. പോലീസ് എന്തായാലും BJP ഭരിക്കുന്നതെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അതുകൊണ്ട് അത് പിണറായി ഇരുന്ന് ആഭ്യന്തരം നടത്തുന്നൊന്നുമില്ല, അങ്ങനെ ഒരു സാധനമേ ഇല്ല. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഡീൽ അങ്ങനെയാണ്. അത് നിങ്ങൾ ഈ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലും ഇരിക്കുന്നവർക്കും സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ഡീലുണ്ടാക്കാതെ പറ്റത്തില്ല. അങ്ങനത്തെ ആ നിലവാരത്തിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പരാജയമുണ്ട്. ഫെഡറൽ സ്റ്റേറ്റായിട്ട് പിരിഞ്ഞു പോകാൻ അവകാശമുള്ള, ജനാധിപത്യപരമായിട്ട് എതിർത്ത് നിൽക്കാനായിട്ട് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയുന്ന നിലവാരത്തിലുള്ള സ്റ്റേറ്റുകളല്ല. അതുകൊണ്ട് ഭാര്യമാരായിട്ടുള്ള സ്റ്റേറ്റുകളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് കൂട്ടത്തിൽ കൊള്ളാവുന്ന ഭാര്യയാകുക എന്ന് മാത്രമേ പിണറായിക്കൊക്കെ പറ്റുന്നുള്ളൂ. വേറെന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ അതിനെ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് എല്ലാവരും അർത്ഥസത്യങ്ങളാണ് പറയുന്നത്, കള്ളം പറയുമൊന്നുമല്ല. ഈ പറയുന്നവരെല്ലാം പറയുന്നതൊക്കെ നമുക്കത് ഇങ്ങനെ കാണാൻ പറ്റും എന്താണ് അവരത് പറയുന്നത്. അപ്പം ഞങ്ങൾ ഇഷ്ടമുള്ള പ്രഥമ ഭാര്യയായിട്ട് ഞങ്ങൾ മാറുമെന്ന് ആ BJP-കാരൻ പറയുന്നത്. വേറെ എന്താ പറയുന്നത്? പട്ടമഹിഷിയായിട്ട് ഞങ്ങളെ എടുക്കാൻ പറ്റും. ഡബിൾ എൻജിൻ എന്ന് പറയുന്നത് എന്താണ്? പട്ടമഹിഷിയാവും. എൻ്റെ മോൻ തന്നെ രാജാവായി മാറും എന്ന് പറയുന്ന നിലവാരത്തിലുള്ള സാധനം മാത്രമായി പറയുന്നത്. ജനാധിപത്യത്തിൻ്റെ ലക്ഷണമായിട്ട് ഇതിനൊന്നിനും ഒരു ബന്ധമില്ല. അത് നമ്മൾ ഫെഡറൽ സ്റ്റേറ്റുകൾക്ക് വേണ്ടി വാദിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അത്തരത്തിലുള്ള ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ ഗവൺമെൻറ് എന്ന് നമ്മൾ പറയുന്നതിന് പകരം നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് എന്ന് തന്നെ പറയാറുള്ളത്. സെൻറ്ററാണ്. സെൻറ്റർ അതാണെന്ന്. ഡൽഹിയിലാണ് നമ്മുടെ ഇന്ത്യയുടെ സെൻറ്റർ ഇരിക്കുന്നതെന്നാണ്. അങ്ങനെയല്ല. ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തിനെയാണ് എൻവിസേജ് ചെയ്തത്. പക്ഷെ അവർ ഒരു ക്ലോസ് വെച്ചത് പിരിയാൻ അവകാശമില്ല എന്നുള്ളതാണ്. ഡൈവോഴ്സ് അനുവദിക്കാതിരിക്കുന്ന ഭാര്യമാരുടെ അവസ്ഥയാണ് എല്ലാ സ്റ്റേറ്റും. അതുകൊണ്ട് അതിനകത്ത് ഇത്രയും വലിയ ഡീലുകളൊക്കെ നടക്കും.
അല്ലാതെ ഇയാൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതിനപ്പുറത്തോട്ടുള്ള ഭരണങ്ങളൊന്നും നടക്കത്തില്ല.